ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയൊക്കെ വെക്കണം എന്ന് കരുതിയിട്ടാണ് ചെമ്മീനൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പക്ഷെങ്കില് ചെമ്മീൻ ബിരിയാണി ഒന്നും വെച്ചില്ല ഗൈസ്. എനിക്ക് പിന്നെ മടി പിടിച്ചു. പിന്നെ ഞാൻ ചെമ്മീൻ മൊളീഷൻ നല്ല രസമാണ് കേട്ടോ. ചെമ്മീന്റെ തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം മൊളീഷൻ വെച്ചിട്ടാണ്. ഇപ്പൊ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ബിരിയാണി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇന്ന് എന്താന്നല്ല, എന്തോ ഒരു മടി പിടിച്ച ദിവസം പോലെയായിരുന്നു. ആകപ്പാടെ ഇന്നത്തെ ദിവസം ഒരു ശരിയില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഞാൻ അവിടെ കിടന്ന് അമ്മയോടും പിള്ളേരോടും വർത്താനം പറയാൻ കേട്ടോ. പിള്ളേരുണ്ട് അവിടെ. അതിന്റെ ഇടയ്ക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി മിനിമോൾ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവൾ അതിന്റെ ഇടയ്ക്ക് വന്നിട്ടൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. നോക്കിക്കേ, ഇതാ വന്നിട്ടുണ്ടേ. ഹായ് ഒക്കെ പറയുന്നുണ്ട്. അവർക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഹായ് ബായ് എന്താ പറയാ അതൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെമ്മീനൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് പിന്നെ ഉപ്പും മുളകും ഒക്കെ പെരക്കി വെച്ചു. തക്കാളിയും പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ല വറ്റിച്ചിട്ട് മൊളീഷൻ ആക്കി കേട്ടോ. കുറച്ചാക്കുമ്പോൾ ഞാൻ ഈ ഒരു പാത്രം എടുക്കാറുള്ളത്, ചട്ടിയിലൊന്നും വെക്കാറില്ല. അത്രേ വേണ്ടു. വേറൊരു കറിയും കൂടി ഉണ്ടായിരുന്നു, ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് കുഞ്ഞുമത്തിയൊക്കെ കിട്ടിയായിരുന്നു, അപ്പൊ അതൊക്കെ കറി വെച്ചു. ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് ആ കറി പോലെ തന്നെ അങ്ങനെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അത് രാത്രി പിന്നെ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ചു. പിറ്റേന്ന് നമ്മളത് ചൂടാക്കി. അപ്പം നല്ല ചൂടാക്കി വറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഈ ഒരു മുളകിട്ട കറിയൊക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാം. പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, മാങ്ങയുടെ സീസൺ ആണല്ലോ. അതുകൊണ്ട് അമ്മ കുറെ മാങ്ങയൊക്കെ എടുത്തിട്ട് ഉപ്പിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പൊതുവേ ഒരു മഴക്കാലാവസ്ഥയാണ് കേട്ടോ. കാറ്റും നന്നായിട്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതൊന്ന് വീഡിയോയിൽ എടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മരങ്ങളൊക്കെ നല്ല രീതിയിൽ ആടുന്നുണ്ട്. എനിക്ക് ഒത്തിരി കാറ്റ് വരുമ്പോൾ പേടിയാണ്. ഈ തെങ്ങൊക്കെ കിടന്ന് ഇങ്ങനെ ആടുന്ന കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ആ ഒരു എന്താണ്, ആകാശമൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അല്ലെ, ആ ഒരു കാർമേഘമൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ രാത്രി എന്താ പറയാ, മഴക്കോള് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. കാരണം മിക്ക ദിവസങ്ങളിലും കാറ്റും ഇടിയും മഴയൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെങ്കില് ഇടിയോടുകൂടി ആ മഴ അങ്ങ് പോവും. ഇടി പ്രതീക്ഷിക്കാറില്ല, മഴ മാത്രമേ പ്രതീക്ഷിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു സെൽഫി ഒക്കെ എടുത്താൽ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ.